ഈ കാളകൂട വിഷം പുറത്തു വന്ന് അത് വീണ് കഴിഞ്ഞാൽ എല്ലാം നശിക്കും, സർവവും നശിക്കും. അപ്പൊ പിന്നെ രക്ഷിക്കാൻ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ, മഹാദേവൻ. ഭാരതത്തിൽ മാത്രമല്ല ലോകത്തിലെടുത്താൽ ഏറ്റവും പുണ്യനദി, ബലിയിടാൻ ഏറ്റവും പുണ്യനദി, അല്ലെങ്കിൽ നമ്മുടെ ഈ ചിതാഭസ്മം നിമഞ്ജനം ചെയ്യാൻ ഏറ്റവും പുണ്യനദി എന്ന് പറയുന്നത് ഗംഗയാണ്. മന്ദരപർവ്വതത്തിൻ്റെ അടിയിൽ താന്നു പോകാതിരിക്കാൻ കൂർമ്മ അവതാരം എടുത്ത് അടി താങ്ങി പിടിച്ചേക്കുകയാണ്. ആദ്യം പുറത്തേക്ക് വന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് വിഷമയമായ സാധനങ്ങൾ അല്ലെങ്കിൽ മോശപ്പെട്ട സാധനങ്ങൾ. നമ്മൾ ലൗകികത്തിൽ എല്ലാ റോയൽ ലൈഫുകളും അനുഭവിച്ച് മുമ്പോട്ട് വരികയും ജ്ഞാനമുണ്ടാകുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാത്തൊരു പവർ, ഒരു യൂണിവേഴ്സൽ ബ്ലെസ്സിങ് നമ്മളുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കൊരു നെഗറ്റീവ് പ്രോബ്ലം വന്നാലും അത് നമ്മളെ താങ്ങിക്കൊള്ളും. ബലിയിടാനായിട്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്. എനിക്കറിയില്ല സംസാരിക്കുമോ എന്നുള്ളത്. രജിത്തേട്ടാ നമസ്കാരം. നമസ്കാരം. ഇത് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നല്ല സമയം. എന്റെ സ്ക്രീൻ തന്നെ. നിങ്ങളെന്താ ഭക്തി കൂടിയോ നിങ്ങൾക്ക്? ഞങ്ങൾ ശിവരാത്രി എന്തായാലും കാത്തിരിക്കുകയായിരിക്കുമല്ലോ ശിവരാത്രി. തീർച്ചയായും ശിവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മംഗളകാരിയാണ്. ഇപ്പം എത്ര പേർക്ക് കാര്യങ്ങളെ കുറിച്ച് അറിയാം എന്ന് എനിക്കറിയില്ല. എന്നാലും എനിക്കറിയാമെന്നുള്ള ഒന്ന് രണ്ട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം കലിയുഗം അല്ലേ, നല്ലതിനെ ചീത്തയാക്കിയും ചീത്തയെ നല്ലതാക്കിയും പറയുക എന്നുള്ളതാണ് ഇന്നത്തെ കാലഘട്ടം. അങ്ങനെ മഹാഭാരതത്തിൻ്റെ ലാസ്റ്റ് ഭീഷ്മ പിതാമഹൻ ശാന്തിപർവവും അനുശാസന പർവവും എന്ന് പറയുന്ന ശരശയ്യയിൽ കിടക്കുമ്പം കൃഷ്ണൻ പാണ്ഡവരുമായിട്ട് വന്നിരിക്കുമ്പോൾ കൊടുക്കുന്ന കുറേ ഉപദേശങ്ങളുണ്ട്. അതെല്ലാവരും പഠിക്കേണ്ട ഉപദേശങ്ങൾ. ആ ഉപദേശത്തിൽ കൃത്യമായി പറയുന്നു, എന്നാണോ ഒരു സ്ത്രീ സർവ്വ ആഭരണ വിഭൂഷിതയായി ഒരു പേടിയും കൂടാതെ പാതിരാത്രിക്ക് നഗരത്തിലൂടെ നടന്നു പോകാൻ കഴിയുന്നോ അതാണ് ഏറ്റവും നല്ല ഭരണാധികാരി ഉള്ള സ്ഥലം, ഏറ്റവും നല്ല സ്ഥലം എന്നാണ്. നമുക്ക് പറ്റുമോ? പറ്റത്തില്ല. എന്തുകൊണ്ടാണെന്ന് എന്നോട് ചോദിച്ചാൽ ഭരണാധിവർഗത്തെ കുറ്റം പറയാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളിൽ ധാരാളം പേർക്ക് ജ്ഞാനം എന്ന് പറയുന്നൊരു ഡിവൈൻ നോളജ് ഇല്ല. ആ ജ്ഞാനമുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഇയാളെ കാണുന്ന കണ്ണുകൾ ഒന്നീ സഹോദരി ഭാവത്തിലായിരിക്കും, അല്ലെങ്കിൽ ഒരു സുഹൃത്തിൻ്റെ ഭാവത്തിലായിരിക്കും, അല്ലേ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ചേച്ചി, അല്ലെങ്കിൽ മകള്, അല്ലെങ്കിൽ അമ്മ, ഇങ്ങനെയൊക്കെയുള്ള ഭാവത്തിൽ നമുക്ക് കാണാം. പക്ഷേ ഇതില്ലാത്ത വ്യക്തിയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ സിനിമ റിലീസ് ചെയ്യുമ്പോൾ പകുതിയും മുക്കാലും പുറത്ത് കാണിച്ച് എക്സിബിഷൻസ് വന്നിട്ട് അവിടെ കാണുന്ന കണ്ണുകളെന്ന് പറയുന്നത്, അതും ചില ക്യാമറ, നമ്മുടെ മീഡിയയുടെ പേരൊന്നും പറയുന്നില്ല, അവരെടുക്കുന്ന ആംഗിളിലൂടെ ജനങ്ങൾ കൊടുക്കുകയാണ്. അതിൻ്റെ റേറ്റ് കൂടി വരികയാണ്. എന്തുകൊണ്ടാണ്? അതിന്റെ റേറ്റിംഗ് കൂടി വരികയാണ്, കാണാൻ ആൾക്കാരുടെ എണ്ണം കൂടി വരികയാണ്. അതെ, തീർച്ചയായിട്ടും അബാക് മീഡിയ എന്ന് പറയുന്നത് ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തിട്ടുള്ളതാണ്, നമ്മളതിന് മുമ്പ് സംസാരിച്ചിട്ടുള്ളതാണ്. അബാക് മീഡിയ എനിക്ക് തോന്നുന്ന വളരെ ക്വാളിറ്റിയുള്ള സ്പിരിച്വലി വളരെ മുമ്പിൽ നിൽക്കുന്ന, എന്ന് പറഞ്ഞാൽ അറിവ് വർദ്ധിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മീഡിയയാണ് അബാക് മീഡിയ. അത് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുള്ളത് തന്നെയാണ്, യാതൊരു സംശയവും. അപ്പോൾ മഹാശിവരാത്രി ദിനത്തിൽ തീർച്ചയായിട്ടും എന്താണ് ഇതിൻ്റെ ഐതിഹ്യം എന്നോട് ചോദിച്ചാൽ, ഞാൻ മനസ്സിലാക്കി എൻ്റെ ചെറിയ ഒരു അറിവ് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, പാലാഴി മഥനം കടയുന്ന സമയത്ത് അപ്പോൾ എന്തുകൊണ്ടാണ് പാലാഴി മഥനം കടയേണ്ടി വന്നത് എന്ന് ചോദിച്ചാൽ, ദേവേന്ദ്രന് വാർദ്ധക്യം അടിച്ചു. ദേവേന്ദ്രൻ മാത്രമല്ല, ദേവേന്ദ്രൻ ഉൾപ്പെടുന്ന എല്ലാ ദേവന്മാർക്കും ഏജിങ് എന്ന് പറയുന്ന വാർദ്ധക്യം പെട്ടെന്ന് അടിച്ചു. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ദുർവാസാവിൻ്റെ ശാപമായിരുന്നു. ദുർവാസാവ് എന്തുകൊണ്ട് ശപിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ മനോഹരമായ ഒരു പുഷ്പഹാരം ദുർവാസാവിന് കിട്ടി. അപ്പം കഥ പറഞ്ഞു പോയാൽ ബാക്കിലേക്ക് പോകേണ്ടി വരും, നമുക്ക് ഈ പോയിന്റ് വരാൻ പറ്റില്ല. ആ ദുർവാസാവ് വിചാരിച്ചു, എനിക്കെന്തിനാ ഈ മനോഹരമായ ഹാരം, ഈ മനോഹരമായ ഹാരം അത് ഏറ്റവും നല്ല വ്യക്തിയിൽ തന്നെ ഇരിക്കട്ടെ എന്ന് ചോദിച്ചു. കാരണം ഞാൻ ഒരു സന്യാസിയാണ്. അതുകൊണ്ട് അദ്ദേഹം വരുന്ന വഴിക്ക് നോക്കിയപ്പം ദേവേന്ദ്രനെ കണ്ടു. ദേവേന്ദ്രൻ എന്ന് പറഞ്ഞാൽ നല്ല അലങ്കാരപ്രിയനും നല്ല രീതിയിലൊക്കെ മേക്കപ്പൊക്കെ ചെയ്ത് നല്ല ദേവന്മാരുടെ ഇന്ദ്രനാണ്. അദ്ദേഹത്തിന് കൊടുത്തു. ഈ ഹാരം തൻ്റെ തലയിൽ ചൂടാൻ വേണ്ടി കുറച്ച് സമയത്തേക്ക് തറയിൽ വെച്ചാൽ അത് എന്താ പറയുക, നമ്മൾ ഡിസ്റെസ്പെക്റ്റാണ്. അതുകൊണ്ട് ഐരാവതത്തിൻ്റെ മസ്തകത്തിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് ദേവേന്ദ്രൻ എന്ത് ചെയ്തു, മുടിയൊക്കെ ഒന്ന് നേരെ ചീകി റെഡിയാക്കുന്ന സമയത്ത് ഈ ഹാരത്തിൻ്റെ മണം കേട്ട് അല്ലെങ്കിൽ അനുഭവിച്ചിട്ട് ഒരുപാട് വണ്ടുകൾ വന്നു. ഇത് ഐരാവതത്തിനെ കുത്താൻ തുടങ്ങിയപ്പോൾ ഐരാവതം എന്ന് പറഞ്ഞാൽ ആനയാണെന്ന് അറിയാമല്ലോ. ഇന്ന് ആൾക്കാർ പല പിള്ളേർക്കും അതും അറിയില്ല.
അപ്പം ആ ആന തുമ്പിക്കൈ കൊണ്ട് ഈ മാല എടുത്ത് തറയിലടിച്ചു. ദുർവാസാവെന്ന് പറഞ്ഞാൽ മൂക്കിൻ്റെ തുമ്പി ശുണ്ടിയും കൊണ്ട് നടക്കുന്ന സന്യാസിയാണ്. അദ്ദേഹത്തിന് ദേഷ്യം വന്നു. അദ്ദേഹം അപ്പം തന്നെ ദേവേന്ദ്രനെ ശപിച്ചു. നല്ല രീതിയിൽ കൊടുത്തൊരു സാധനമാണ് അല്ലേ. ഇന്ന് നമുക്കിത് കോറിലേറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ലൈഫിലുള്ള കാര്യങ്ങൾ. നല്ലത് പിള്ളേർക്ക് കൊടുത്താലും പിള്ളേരത് നശിപ്പിച്ചു കളയുന്നു. ആ ഒരൊറ്റ അടി അപ്പം തന്നെ ദുർവാസാവ് പറഞ്ഞു, ഇന്ദ്രനും ദേവന്മാർക്കും എല്ലാം ജരാനര ബാധിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ദേവേന്ദ്രൻ കാല് വീഴുന്നു മാപ്പപേക്ഷിച്ചപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, പാലാഴി മദനം ചെയ്ത് അമൃത കുംഭം കലസ്ഥമാക്കും. ആ അമൃത് സേവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും സൗന്ദര്യമുള്ളവരായിട്ട് മാറുമെന്ന്. അതിനിപ്പോൾ എന്താ വഴി? അപ്പോൾ ഇനി പാലാഴി മദനം കടയണം. അങ്ങനെ പാലാഴിയിലാണ് അടിത്തട്ടിലാണ് ഈ അമൃതമുള്ളത്. ഇത് കടയാൻ വേണ്ടി പിന്നെ വേണമെങ്കിൽ നമുക്ക് കടക്കോല് വേണം. തൈര് കടയെന്ന് അമ്മയൊക്കെ അമ്മൂമ്മമാര് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല, നമ്മൾ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല, നമ്മൾ തിന്നിട്ടേ ഉണ്ടാവും. അതെ, സീരിയലിലൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പൊ ഈ കടക്കോല് വേണം. ഈ കടക്കോലിന് എന്ത് ചെയ്യാം? അപ്പൊ മന്ദരപർവ്വതത്തെ എടുക്കാം കടക്കോലായിട്ട്. ഈ കടക്കോല് വെക്കണമെങ്കിൽ നമുക്ക് കൃഷ്ണൻ രാധെ നമ്മുടെ യശോദ ഇങ്ങനെ എണ്ണ കടഞ്ഞെടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറ് വേണം പിടിക്കാൻ. അപ്പൊ ഇത് കയറ് വേണമല്ലോ. അപ്പം വാസുകിയെ കയറാക്കാം. ഓക്കെ, അപ്പോൾ ഒരറ്റത്ത് ദേവന്മാർ വലിക്കട്ടെ, മറ്റേ അറ്റത്ത് അസുരന്മാർ വലിക്കട്ടെ. ഈ വലിക്കൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കടല് കടയാൻ തുടങ്ങി. പാലാഴി കടഞ്ഞു തുടങ്ങിയപ്പം ആദ്യം പുറത്തേക്ക് വന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് വിഷമയമായ സാധനങ്ങൾ, അല്ലെങ്കിൽ മോശപ്പെട്ട സാധനങ്ങൾ. നമ്മുടെ ഉള്ളിൽ അങ്ങനെ തന്നെയാണ്. ഇത് നമ്മളെയും കൂടെ കമ്പയർ ചെയ്ത് പറയണം. നമ്മൾ നന്നാവാൻ ശ്രമിക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ നോക്കിയാൽ നമ്മളിലെ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ നമുക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റണം. അതാണ് ബൈബിളിൽ മാനസാന്തരം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മുടെ വിഷങ്ങളെല്ലാം മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഉള്ളിൽ ആ അമൃതകുംഭം പുറത്തു വരത്തുള്ളൂ, തെളിഞ്ഞു വരത്തുള്ളൂ. ഞാൻ ഈ ലൈഫ് രണ്ടിലും പോയ ആളാണ്, മനസ്സിലായി. അപ്പം എൻ്റെ ചെറുപ്പത്തിൽ എന്ന് പറയുമ്പോൾ ഇന്നത്തെ സ്റ്റൈലിലുള്ള പോലെ പല രീതിയിലും പോയി മാലിന്യങ്ങൾ ഒരുപാട് അകത്തേക്ക് പോയ ആളാണ്. സോ ഇന്ന് മാലിന്യം കഴിവതും പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നു. അപ്പം നമ്മുടെ മാലിന്യങ്ങൾ അകത്തുള്ളത് പുറത്തേക്ക് പോകുന്ന കണക്ക് ഈ കടലിൽ നിന്ന് പാലാഴിയിൽ നിന്ന് ഒരുപാട് മോശപ്പെട്ട കാര്യങ്ങൾ ഒക്കെ പുറത്തേക്ക് വന്നു. അതും കഴിഞ്ഞ് കടച്ചിൽ നടക്കുമ്പോഴത്തേക്ക് വാസുകി തളർന്നു. വാസുകി ഒരു പാമ്പല്ലേ. അപ്പൊ വാസുകിയിൽ നിന്നുകൊണ്ട് പുറത്തേക്ക് ഏറ്റവും വലിയ വിഷമായ ആ കാളകൂട വിഷം പുറത്തേക്ക് വന്നു. ഈ കാളകൂട വിഷം പുറത്തു വന്ന് അത് വീണ് കഴിഞ്ഞാൽ എല്ലാം നശിക്കും, സർവവും നശിക്കും. അപ്പൊ പിന്നെ രക്ഷിക്കാൻ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ, മഹാദേവൻ. അപ്പൊ നാരായണൻ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന മല നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, മന്ദരപർവ്വതത്തിന്റെ അടിയിൽ താന്നു പോകാതിരിക്കാൻ കൂർമ്മ അവതാരം എടുത്ത് അടിയിൽ താങ്ങി പിടിച്ചേക്കുകയാണ്. മനസ്സിലായോ? അപ്പൊ അതും പണിയാണ്. അപ്പൊ അവരത്രയും കഷ്ടപ്പെടുന്നുണ്ട്. ആ സമയത്താണ് മഹാദേവൻ കാളകൂട വിഷം കയ്യിലെടുക്കുകയും അത് വിഴുങ്ങുകയും ചെയ്യുന്നു. ആ വിഴുങ്ങുന്ന സമയത്താണ് പാർവതി മാതാവിന് തൻ്റെ ഭർത്താവ് ദോഷം സംഭവിക്കുമെന്ന് പറഞ്ഞ് ഭർത്താവിൻ്റെ കഴുത്തിൽ കയറി ഇറുക്കി പിടിക്കുന്നു അല്ലേ. ഇന്നും അങ്ങനെ പിടിക്കുന്ന ഭാര്യമാർ ഒരുപാടുണ്ടാവും. പക്ഷെ നല്ല കാര്യത്തിന് അതെ കാരണം ഇതായിരിക്കില്ല എന്നുള്ളത്. ഞാൻ ജസ്റ്റ് ഇത് രണ്ടും കൂടെ ഒരു കോമഡിയിൽ പറഞ്ഞു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം കഴുത്തിൽ കയറി പിടിച്ചു. അപ്പം ഈ നീലകണ്ഠൻ എന്ന പേര് വന്നത് അങ്ങനെയാണ്. ആ നീല നിറത്തിലുള്ള വിഷം താഴേക്കും പോയില്ല, മുകളിലേക്ക് പുറത്തോട്ടും പോകാത്ത രീതിയിൽ ഇങ്ങനെ വായിലും കയറി പിടിച്ചു. ഇത് കഴിഞ്ഞു മിടുക്കി. അപ്പം ഇങ്ങനെ ആയിരിക്കണം നമ്മളെ ലൗകികത്തിലെ എല്ലാ റോയൽ ലൈഫുകളും അനുഭവിച്ച് മുമ്പോട്ട് വരികയും ജ്ഞാനം ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാത്തൊരു പവർ, ഒരു യൂണിവേഴ്സൽ ബ്ലെസ്സിങ് നമ്മളുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പം നമുക്കൊരു നെഗറ്റീവ് പ്രോബ്ലം വന്നാലും അത് നമ്മളെ താങ്ങിക്കൊള്ളും. അപ്പം ഈ വിഷം വന്നത് തടഞ്ഞു നിർത്തുകയും ശിവനെ ആ രീതിയിൽ രക്ഷപ്പെടുത്തുകയും ചെയ്തു. അപ്പം അതിൻ്റെ ഓർമ്മ നിലനിർത്താനും ആ ഒരു ഭയങ്കരമായ ത്യാഗം, അത് ഉറക്കമെഴിഞ്ഞിരുന്നാണ് പാർവതി മാതാവ് ശിവനെ പരിചരിച്ചതെന്നാണ് അല്ലെ. ഇന്ന് അങ്ങനെ എങ്ങനെയുള്ള ഒരു ഭാര്യയെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഏത് സമയം കല്യാണം കഴിച്ചു എന്ന് നോക്കിയാൽ മതി. ഒരു സംശയം ചോദിച്ചോട്ടെ, അതായത് നമ്മൾ പിതൃക്കൾക്ക് വേണ്ടിയിട്ടും നമ്മള് ശിവരാത്രി വ്രതം അനുഷ്ഠിക്കലുണ്ട്. അപ്പോൾ അതിന്റെ കാര്യങ്ങളും കൂടെ അത് ചില പിതൃക്കളുടെ കാര്യത്തിൽ അത് എത്രത്തോളം അത് ശരിയാവും എന്ന് എനിക്ക് അറിയില്ല, മനസ്സിലായില്ലേ. ശിവരാത്രിയുടെ നമ്മൾ പിതൃക്കൾക്ക് ബലിയർപ്പിക്കുന്നത്, ഞാൻ 2-3 തരം ബലിയർപ്പിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മയ്ക്ക് ഞാൻ ബലിയർപ്പിച്ചു. അപ്പം ഞാൻ സാധാരണഗതിയിൽ കണ്ടുവരുന്നത്, ഇപ്പോൾ ആലുവ മണപ്പുറത്താണ് നമ്മൾ നിൽക്കുന്നത്, ഞാൻ അവിടെ ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഈ പെരിയാറിൻ്റെ തീരത്തിൽ ദിവസ ബലിയിടുന്നവരുണ്ട്, ആഴ്ചതോറും ബലിയിടുന്നവരുണ്ട്, മാസത്തിൽ ബലിയിടുന്നവരുണ്ട്, ദെൻ വർഷത്തിൽ ബലിയിടുന്നവരുണ്ട്. മനസ്സിലായില്ലേ. അപ്പോൾ ഈ വിശ്വാസം എന്ന് പറയുന്നത് കുറേ പേരുടേതെന്ന് പറഞ്ഞാൽ, നമുക്ക് ദിവസബലി ഇടാൻ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ, മാസബലി ഇടാൻ ഏതെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ, മനസ്സിലായില്ലേ, ഇതിനെല്ലാം കൂടെ പറ്റിയൊരു ദിവസം എന്ന് പറയുന്നത് ഈ ശിവരാത്രിയിൽ
ഈ ശിവരാത്രിയുടെ അന്നേ ദിവസം ഉറക്കമൊഴിഞ്ഞ് നമ്മൾ മഹാദേവനെ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ള 365 ദിവസങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും നമ്മൾ നന്നായിരിക്കുന്ന സമയം ഈ സമയമായിരിക്കും. കാരണം നമ്മൾ പ്രാർത്ഥനയോടെ ഇരിക്കുന്നു, ഉറക്കം പ്യുവറായിരിക്കുന്നു, പ്രാർത്ഥനയോടെ ഇരിക്കുന്നു, നമ്മൾ ഡെഡിക്കേറ്റ് സമർപ്പണത്തോടെ ഇരിക്കുന്നു. ഏറ്റവും വലിയ സമർപ്പണം എന്ന് പറഞ്ഞൊരു സംഭവം. അപ്പോൾ അതിനിരിക്കുന്നു. എന്നിട്ട് നമ്മൾ നമ്മുടെ പിതൃക്കൾക്ക് വേണ്ടി ഈ ഒരു സമർപ്പണം, ബലിതർപ്പണം നടത്തുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ദിവസം മഹാശിവരാത്രി ദിനം 365 ദിവസങ്ങളുള്ള ഒരു വർഷത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദിവസമായിട്ട് കാണുന്നത് കൊണ്ടാണ് പിതൃതർപ്പണത്തിന് കൂടുതൽ നല്ലതെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ എൻ്റെ അമ്മയ്ക്ക് ബലിയിട്ടതും കൂടെ പറഞ്ഞേക്കാം. എൻ്റെ അമ്മയ്ക്ക് ഞാൻ മഹാഭാരതത്തിൽ നിന്ന് മനസ്സിലാക്കിയത്, ഈ ഭാരതത്തിൽ നിന്ന് മാത്രമല്ല ലോകത്തിലെടുത്താൽ ഏറ്റവും പുണ്യനദി, ബലിയിടാൻ ഏറ്റവും പുണ്യനദി, അല്ലെങ്കിൽ നമ്മുടെ ഈ ചിതാഭസ്മം നിമഞ്ജനം ചെയ്യാൻ ഏറ്റവും പുണ്യനദി എന്ന് പറയുന്നത് ഗംഗയാണ്. ഗംഗ മഹാദേവന്റെ തലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അപ്പം ഗംഗയിൽ നിങ്ങളും പ്രാർത്ഥിക്കുക, ഭാവിയിൽ നിങ്ങളുടെ മക്കൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ചിതാഭസ്മം ഗംഗയിൽ ഒന്ന് ഒഴുക്കാൻ ഒരു അവസരം കിട്ടണം എന്ന്. മനസ്സിലായില്ലേ? അത് വളരെ റെയറായിട്ട് മാത്രം കുറേ മക്കൾ ചെയ്യുന്നതാണ്. ഇന്നത്തെ കാലത്ത് ഗൾഫിലാണ്, അമേരിക്കയിലാണ്, കാനഡയിലാണ്, യൂറോപ്പിലാണ് പണം ഉണ്ടാക്കാൻ ഓട്ടത്തിൻ്റെ ഇടയിൽ മാതാപിതാക്കൾക്ക് എന്തെങ്കിലും വന്നാൽ വരാൻ സമയമില്ല, പറ്റിയാൽ ഓടി വരും, അല്ലെങ്കിൽ വൃദ്ധസ്ഥാനത്തിലാക്കും. മനസ്സിലായി? പക്ഷേ ഈ മക്കളെ അവിടം വരെ എത്തിക്കാൻ, ഉയരങ്ങളിൽ എത്തിക്കാൻ മാതാപിതാക്കൾ അനുഭവിച്ച കഷ്ടപ്പാടെന്ന് പറയുന്നത് വളരെ ത്യാഗമാണ്. അപ്പോൾ എൻ്റെ അമ്മയുടെ കഷ്ടപ്പാട് എനിക്ക് നന്നായിട്ട് അറിയാം. പാവാട ഉടുത്തുകൊണ്ടാണ്, അടിപ്പാവാട ഉടുത്തുകൊണ്ടാണ് എൻ്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ട് എന്നെ വളർത്തിയത്. അതുകൊണ്ട് തന്നെ മഹാഭാരതം പഠിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ആഗ്രഹം എൻ്റെ അമ്മയുടെ ചിതാഭസ്മം ഈ ഭാഗവത്തിലും മഹാഭാരതത്തിലൊക്കെ പറയുന്ന പോലെ ഗംഗയിൽ തന്നെ നിമഞ്ജനം ചെയ്യണം എന്നായിരുന്നു. ഞാൻ കാലടി ശങ്കരാക്കോള സാറാണല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ മഹാദേവൻ പറഞ്ഞു, എൻ്റെ ആഗ്രഹം ഇതാണ്. എങ്ങനെ എനിക്ക് ഗംഗയിൽ പോകാൻ എനിക്ക് അറിയില്ല. കാരണം നോർത്ത് ഇന്ത്യയിലാണ്, ഹരിദ്വാറിൽ, ഋഷികേശ്, കാശിയിൽ അവിടെയൊക്കെ പോകണം. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് വലിയൊരു നോളജ് പോക്ക് കാര്യങ്ങളും അറിയില്ല. പക്ഷെ എൻ്റെ ആഗ്രഹം ഇതായപ്പോൾ ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞ പോലെ നമ്മുടെ ആഗ്രഹം തീവ്രമാണ്, കഠിനമായി നമ്മൾ പരിശ്രമിച്ചാൽ അത് നിനക്ക് ലഭിക്കും എന്ന് പറയുന്ന പോലെ എൻ്റെ കോളേജിലെ സംസ്കൃത ഡിപ്പാർട്ട്മെൻറ്റിലെ സാറാണ് വെൺമണി അനിൽ, ഡോക്ടർ വെൺമണി അനിൽ. വെൺമണി വിഷ്ണു എന്നൊക്കെ പറഞ്ഞ് മുമ്പ് വാർത്ത വായിക്കില്ലേ? അപ്പം നമ്മുടെ ഇവിടെ അമ്പലം ഉണ്ടല്ലോ, 12 ദിവസം നട തുറക്കുന്ന തിരുവൈരാണിക്കുളം ക്ഷേത്രം അവരുടേതാണ്. ആ വെൺമണി ഇല്ലത്തെ ഡോക്ടർ അനിൽ എന്ന് പറയുന്ന വെൺമണി അനിൽ എൻ്റെ സംസ്കൃത ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപകനാണ്. പുള്ളി എന്നോട് പറഞ്ഞു, സാറേ ഞാൻ കൂടെ വരാം, കാരണം ഹരിദ്വാറിൽ നമുക്ക് പോയി ബലിയിടാം, അമ്മയ്ക്ക് വേണ്ടി നിമഞ്ജനം ചെയ്യാം. അവിടുത്തെ അയ്യപ്പൻ്റെ അമ്പലത്തിലെ തിരുമേനി നമ്മുടെ സ്വന്തമാണ്, കേരളത്തിലാണ്. വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാലെന്ന് പറഞ്ഞ കണക്ക് ആ സാറ് എൻ്റെ കൂടെ വരെ ഞങ്ങൾ ഇവിടെ നിന്ന് നെടുമ്പാശ്ശേരിയിൽ നിന്ന് നേരെ ഡൽഹിയിൽ പോയി അവിടെ നിന്ന് ഹരിദ്വാറിൽ പോയിട്ട് ഈ ബലി അവിടെ ചെന്നപ്പോൾ നിമഞ്ജനം ചെയ്യാൻ എനിക്ക് എൻ്റെ അമ്മയുടെ, അതെൻ്റെ യൂട്യൂബിൽ കിടപ്പുണ്ട്, അമ്മയുടെ ചിതാഭസ്മം ഗംഗയിൽ നിമഞ്ജനം ചെയ്തു കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ അമ്മ സ്വർഗത്തിലേക്കായി എന്നുള്ള വിശ്വാസത്തിലായി ഞാൻ. അത് തീർന്നില്ല, അത് കഴിഞ്ഞ് ബലിയിടണം. ബലിയിടാനായിട്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് വിഷ്ണുപാദം എന്ന് പറയുന്ന ബോധഗയയിലാണ്. ഗയ കേട്ടിട്ടില്ലേ? ബുദ്ധന് ബോധോദയം കിട്ടിയ ഗയ. അപ്പോൾ അവിടെ എങ്ങനെ എത്തും എന്നുള്ള കാര്യത്തിൽ മറ്റൊരു ആൾ വഴിക്ക് ഞാൻ ഈ പറയുന്ന ഗയയിലെത്തുകയും ഗയയിലെ വിഷ്ണുപാദത്തിൽ ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയുള്ള ബലിതർപ്പണം ചെയ്യുകയും ചെയ്തു. ഗയയിലാണ്, വിഷ്ണുപാദത്തിലാണ് നമ്മൾ ബലിതർപ്പണം ചെയ്യുന്നതെങ്കിൽ പിന്നെ ആഴ്ച ബലി വേണ്ട, മാസബലി വേണ്ട, വർഷബലി വേണ്ട, പിന്നെ ഒരു ബലിയും വേണ്ട. ജീവിതത്തിലൊരൊറ്റ ബലി ഇട്ടാൽ മതി. അപ്പോൾ യൂറോപ്പിലും പ്രവാസിയായിട്ട് ജീവിക്കുന്ന പലർക്കും ഒറ്റ ബലിയിൽ കാര്യം തീർക്കണമെങ്കിൽ ഒരേ ഒരു വഴിയുണ്ട്. അതെന്ന് പറയുന്നത് എവിടെയാണ്? വിഷ്ണുപാദത്തിൽ. ഗയയിലെ വിഷ്ണുപാദത്തിൽ നമ്മൾ മരിച്ചവർക്ക് വേണ്ടി ബലിയർപ്പിക്കുക. ചിതാഭസ്മം ഗംഗയിലേക്ക് നിമഞ്ജനം ചെയ്താൽ നമ്മൾ നമ്മുടെ പൂർവികരോട്, നമ്മുടെ മാതാപിതാക്കളോടും ചെയ്യേണ്ട ഏറ്റവും വലിയ കടമ, കർത്തവ്യം നമുക്ക് അവിടെ ചെയ്ത് പൂർത്തീകരിക്കാൻ പറ്റും. അതിന് നമുക്ക് ഉത്തരവാദിത്തമുള്ള നല്ല ക്വാളിറ്റിയുള്ള മക്കൾ, അല്ലെങ്കിൽ ആ ഒരു ആത്മീയ ചിന്ത, അപ്പം നിങ്ങളെപ്പോലെ അറിവ്, ആ ഒരു ജ്ഞാനം നമുക്ക് മഹാഭാരതവും ഭാഗവതവും, കാരണം ഭീഷ്മ പിതാമഹൻ പറഞ്ഞു തന്നിരിക്കുന്നതാണ്. നമുക്ക് പല അറിവുകളും ഇല്ല. നമ്മുടെ മുമ്പിൽ പോയ ആൾക്കാർ നമുക്ക് പറഞ്ഞു തരുമ്പോഴാണ് നമുക്ക് ഈ അറിവുകൾ കിട്ടുന്നത്. സ്യൂഡോ സയൻസ് എന്ന് പറഞ്ഞപ്പോൾ കുറേ നമ്മൾ നടന്നുകൊണ്ട് കാര്യമൊന്നുമില്ല. നമ്മൾ അന്വേഷിച്ച് അനാലിസിസ് നടത്തി നമ്മൾ റിസർച്ച് ചെയ്ത് നോക്കുമ്പോൾ പല കാര്യങ്ങളും സത്യങ്ങളാണ്. ഇപ്പം മഹാഭാരതത്തിലുള്ള ആഗ്നേയാസ്ത്രങ്ങളും മറ്റ് പല അസ്ത്രങ്ങളുമാണ് ഇന്നത്തെ മിസൈലുകൾ, അല്ലേ? എല്ലാം ഏത് നോക്കിയാലും നമ്മുടെ രാമായണത്തിലെ പുഷ്പവിമാനമാണ് നമ്മുടെ പ്ലെയിൻ. അപ്പോൾ ആലോചിച്ച് നോക്കി, ആയിരക്കണക്കിന് 10,000-കണക്കിന് വർഷം മുമ്പ് നമ്മുടെ ഋഷീശ്വരന്മാരെല്ലാം കണ്ടുപിടിച്ചിരിക്കുന്നത്. നമ്മളെന്താണ് ഈ സ്പിരിച്വാലിറ്റിയും ഈ ഫിസിക്കൽ ലൈഫും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് എന്നോട് ചോദിക്കുമ്പോൾ ആരോടെ ഒരു പോയിന്റ് ഇവിടെ പറഞ്ഞേക്കാം. ഫിസിക്കൽ ലൈഫ് എന്ന് പറയുന്ന സംഭവത്തിൽ നമ്മുടെ ശരീരത്തിന്റെ ആവശ്യകതകളിലാണ് നമ്മൾ ഓടുന്നത്, അല്ലേ? അപ്പം നമുക്ക് തീറ്റി വേണം, കുടി വേണം, കാഴ്ചകൾ വേണം, സെലിബ്രേഷൻ വേണം, ആഘോഷങ്ങൾ വേണം. ഇങ്ങനെ കൺട്രോൾ ഇല്ലാതെ നമ്മൾ തിന്നുകയും കുടിക്കുകയും ഓടുകയും ചെയ്യുമ്പം നമ്മുടെ ശരീരത്തിന് എന്ത് പറ്റും? കേടുപാടുകൾ പറ്റും, അല്ലേ? ഇനി എന്ത് സ്യൂഡോ സയൻസ് എന്ന് പറഞ്ഞാലും ഹാർട്ട് ഒരു മിനിറ്റിൽ 72 പ്രാവശ്യം അടിക്കാൻ പാടുള്ളൂ, അല്ലേ? ഗ്ലൂക്കോസ് ലെവൽ നമുക്കറിയാം,
അല്ലേ? പിന്നെ പ്രഷർ ഒക്കെ നമുക്കറിയാം. 120/80 അതുപോലെ എല്ലാ സംഗതികളും നമുക്കറിയാം. ക്രിയാറ്റിൻ എന്ന് പറയുന്നത് 7.2 അപ്പുറത്തോട്ടായി കഴിഞ്ഞാൽ അപ്പം പണി കിട്ടും. ഗൗട്ട് എന്ന് പറയുന്ന രോഗം എല്ലാ സാധനങ്ങളും നമ്മുടെ ശരീരത്തിന് യൂറിക് ആസിഡ് 7.2 അപ്പുറം പോയാൽ ഗൗട്ട് രോഗമായി, പിന്നെ കൊളസ്ട്രോളായി അല്ലേ? അപ്പോൾ ഇങ്ങനെ ഓരോന്നും ലെവലിൽ പോകുമ്പോൾ നമ്മൾ നിയന്ത്രിച്ച് പോകാൻ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഒരു പവറുണ്ട്. ഈ പവറിനെ തിരിച്ചറിയുകയും അതിന് നമ്മൾ ഭക്ഷണം കൊടുക്കുകയും ചെയ്യുക എന്ന് വെച്ചാൽ നമ്മുടെ ഇന്നർ ജ്ഞാനം എന്ന് പറയുന്ന ഭക്ഷണം. നമ്മൾ ചിക്കനും മട്ടനും കുഴിമന്തിയും പൊറോട്ടയും നമ്മൾ കഴിച്ച് ശരീരത്തിൻ്റെ ആരോഗ്യം ഉണ്ടാക്കും. പക്ഷേ നമ്മുടെ ആത്മാവിൻ്റെ ഭക്ഷണം എന്ന് പറയുന്നതാണ് ബൈബിളും ഖുറാനും ഗീതയും രാമായണവും ഭാഗവതവും. കാരണം എന്തെങ്കിലും പഠിച്ചിട്ടാണ് LLB MBBS ഒക്കെ എടുക്കുന്നത് അല്ലേ? അപ്പോൾ പിന്നെ നിങ്ങളെ ദൈവത്തെ അറിയാൻ എന്ത് പഠിക്കുന്നു? ഒന്നും പഠിക്കുന്ന കൈക്രിയയും കാൽക്രിയയും കാണിച്ചാൽ ദൈവത്തെ കിട്ടുമോ? പലരും അന്ധവിശ്വാസമാണെന്ന് അതാണ്. അപ്പം അന്ധവിശ്വാസം അല്ല, പഠിക്കണം. പഠിക്കേണ്ട ഇപ്പം യോഗ പഠിക്കുമല്ലോ, ആസ്ട്രോണമി പഠിക്കുമല്ലോ. ആസ്ട്രോണമിയുടെ ഒരു പാർട്ടാണ് ആസ്ട്രോളജി എന്ന് പറയുന്നത്. ഇതൊന്നും പഠിക്കാതെ ചില നോ പറയുന്നതിന് ഇഷ്ടപ്പെടാതെ വരുമ്പോഴാണ് സംഭവം അതിലേക്ക് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഫിസിക്കൽ ലൈഫിനെ നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ സ്പിരിച്വൽ ലൈഫ് പഠിച്ചു കഴിഞ്ഞാൽ, ഞാൻ സ്പിരിച്വൽ ലൈഫിൽ വന്നതോടുകൂടിയാണ് സത്യം പറഞ്ഞാൽ ഈ നിമിഷം നിങ്ങളുടെ മുമ്പിൽ വരാനും നിങ്ങളെപ്പോലെയുള്ള നല്ല ഒരു ടീം എന്നെ കണ്ടപ്പോൾ ഓടി വരാനും അതെല്ലാം മഹാദേവൻ്റെ, ഭഗവാന്റെ, ദൈവത്തിൻ്റെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ഒരു ശക്തിയാണ്. അത് അള്ളാഹു എന്ന് വിളിച്ചാലും യഹോവ എന്ന് വിളിച്ചാലും കർത്താവ് എന്ന് വിളിച്ചാലും പരബ്രഹ്മം എന്ന് വിളിച്ചാലും ഞാൻ ഒരേ ഒരു ശക്തിയിൽ മാത്രം വിശ്വസിക്കുന്ന ഒരാളാണ്. ആ ശക്തിയിലാണ് പോകുന്നത്. ലൗകിക ലൈഫിൽ ഒരു വിരോധവും ഇല്ല. ഞാൻ സിനിമയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ലൗകിക ലൈഫ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ മുമ്പ് കൺട്രോൾ ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു. ഇപ്പം ഈ സ്പിരിച്വൽ ലൈഫിലൂടെ നല്ല കൺട്രോൾ വന്നു. അതുകൊണ്ട് നന്നായി മുമ്പോട്ട് പോകും. ഞങ്ങളും ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു ഈ ദിവസം കാണാൻ സാധിച്ചതിൽ, ഇത്രയും കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റിയതിന്. ഞങ്ങൾ ആദ്യം ഇൻട്രോയില് ഞങ്ങള് ശിവരാത്രിയെ പറ്റി പറഞ്ഞിട്ട് പറയുമായിരുന്നു ആധികാരികമായി സംസാരിക്കാൻ ആരെങ്കിലും എന്നുള്ളത്. അപ്പൊ മഹാദേവൻ ഈ പ്രപഞ്ചത്തിന്റെ ഒരു എനർജി പവറുണ്ട്. അത് ആ കോസ്മിക് എനർജിക്ക് കുറെ മാഗ്നറ്റിക് ആണ്. അപ്പൊ ആ മാഗ്നറ്റിക് സാധനം നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ഊർജത്തിന്റെ മാഗ്നറ്റും കൂടെ പ്യൂരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യും. അല്ലാതെ ഒന്നും വർക്ക് ചെയ്യത്തില്ല. ഇതിനകത്ത് ഇമ്പ്യൂരിറ്റീസും പുറത്തുള്ള ആ പവർ പ്യൂറും ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആകർഷിച്ചാൽ വരുമോ? ഇല്ല, വരില്ല. അതുകൊണ്ടാണ് നമ്മൾ ചെന്ന് പെട്ടുപോകുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളെപ്പോലെയുള്ള നല്ല ആത്മാക്കളെ കാണാൻ പറ്റിയതിൽ എന്ന് പറഞ്ഞ് ഞാൻ സ്പിരിച്വൽ ഫുള്ളല്ല, ഞാൻ ലൗകികനാണ്. ഞാൻ സിനിമ അഭിനയിക്കുന്നു, അതിൽ പല വേഷങ്ങൾ ചെയ്യും. ആ വേഷങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾ ഞെട്ടുന്ന വേഷങ്ങളായിരിക്കും. അതെല്ലാം ഞെട്ടിച്ച് ചെയ്യും. പക്ഷെ അതെല്ലാം എൻ്റെ പുറം ബോഡി കൊണ്ട് മാത്രം ഞാൻ ചെയ്യുന്നതായിരിക്കും. എൻ്റെ അകം ബോഡി വിശുദ്ധമായിരിക്കും. അതിനകത്ത് ഒരു മാലിന്യവും ഉണ്ടാകില്ല എന്നുള്ള ഞാൻ ഗ്യാരണ്ടി പറയുന്നു ഇന്നത്തെ ശിവരാത്രി ദിവസത്തിൽ. എന്തായാലും സന്തോഷം. താങ്ക് യു. ഞാൻ പേര് ഇടയ്ക്കിടയ്ക്ക് ചിത്ര കാണാത്തതുകൊണ്ടാണ് മേഘ. നിങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാത്തതുകൊണ്ടാണ്. എന്നെ ഇഷ്ടപ്പെടുന്ന മലയാളി സഹോദരങ്ങൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ശിവരാത്രി ദിന ആശംസകൾ ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് നേരുന്നു. വാലന്റൈൻ മാറ്റി വയ്ക്കാം സ്നേഹത്തിന് വേണ്ടി. അത് ഇൻ്റർനാഷണൽ ലെവലാണ്. നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരം എന്നുള്ള നിലയിൽ ശിവരാത്രി ദിനമാണ് നാളെ. ഇന്ന് രാത്രി തുടങ്ങുന്നുണ്ട് അതിൻ്റെ എഫക്റ്റ്. ഇന്നത്തെ പ്രത്യേകതയും കൂടെ ഉണ്ട് കേട്ടോ. ഇന്ന് ശനിയാഴ്ചയും ഇന്ന് പ്രദോഷം തീരുന്ന ദിവസവും തീരുന്നതാണ്. അത് പ്രദോഷം കഴിയുന്നു, ശിവരാത്രി ഇഫക്റ്റ് വരുന്നു. ഇങ്ങനെയുള്ളത് വളരെ റെയറായിട്ട് മാത്രം ഭൂമിയിൽ സംഭവിക്കുന്നതാണ് ശനിയാഴ്ച എന്ന് പറയുന്നത്. ശനിദോഷം നിവാരണമാണ്. ശനിദോഷങ്ങളൊക്കെ ഇതിൽ നിന്ന് പോകും. എനിക്കൊന്ന് ഇന്നോട്ട് എൻ്റെ നല്ല സമയം സിനിമയിൽ തുടങ്ങുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്ക് യു സോ മച്ച്.